ഭൂമിയിലുള്ള വസ്തുക്കളിലെല്ലാം പ്രത്യുത ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധിക്കുവിൻ. കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 2-ാം വാക്യം. ക്രിസ്തുവിൽ അത്രയും അനുഗ്രഹിക്കപ്പെട്ടവരെ, തിരുവചനത്തിലൂടെ പൗലോസ് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവിൻ. ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല. ഭൂമിയിലുള്ളവ നശിച്ചു പോകുന്നതാണ്. എന്നാൽ സ്വർഗീയമായ കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കുവാൻ നാം തയ്യാറാകണം. ഈ ലോക ജീവിതത്തിലൂടെ അവസാനിക്കുന്ന ഒരു ജീവിതമല്ല നമ്മുടേത്. മനുഷ്യജീവിതം ദൈവിക അനുഗ്രഹത്തിൻ്റെ നിറവാണ്. സ്വർഗത്തിൽ പിതാവായ ദൈവത്തിൻ്റെ സാന്നിധ്യവും സാമീപ്യവും അനുഭവിച്ച് ആ ദൈവത്തെ നിരന്തരം ആരാധിച്ചും സ്തുതിച്ചും ജീവിക്കുവാനുള്ള ഒരു ജീവിതം കൂടി നമുക്കുണ്ട്. അതിനു മുന്നോടിയായിട്ടുള്ള ഒരു ജീവിതമാണ് ഈ ഭൂമിയിലുള്ളത്. എന്നാൽ സൃഷ്ടാവിനെ മറന്നുകൊണ്ട് സൃഷ്ടിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മനുഷ്യജീവിതത്തെ തിരുവചനത്തിലൂടെ നിശിതമായി പൗലോസ് അപ്പോസ്തലൻ വിമർശിക്കുകയാണ്. അവിടുന്ന് അനുഗ്രഹങ്ങൾ നൽകുമ്പോൾ മനുഷ്യൻ ഭൂമിയിലെ വസ്തുവകകളിൽ കുടുങ്ങിക്കിടക്കുന്നു. പണം, സമ്പത്ത്, സൗഭാഗ്യങ്ങൾ, അങ്ങനെയുള്ള ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനും ഭൗമികമായവ വെട്ടിപ്പിടിക്കുവാനുള്ള പരിശ്രമത്തിൽ ബന്ധങ്ങൾ വിച്ഛേദിച്ച് ദൈവത്തിൽ നിന്നും അകന്നു പോകുന്ന മനുഷ്യനെ നമുക്ക് കണ്ടുമുട്ടുവാൻ സാധിക്കും. എന്നാൽ നമ്മുടെ ശ്രദ്ധ ഉന്നതത്തിലുള്ളതായിരിക്കണം. കഴുകനെ പോലെ പറന്നുയരുവാൻ നമുക്കുമാകണം. ഈ ഭൂമിയിലുള്ള വസ്തുവിൽ നിന്നും ദൈവികമായ കാഴ്ചപ്പാടിലേക്കും കാഴ്ചയിലേക്കും നാം ഉയരേണ്ടിയിരിക്കുന്നു. ഭൂമിയിൽ കുടുങ്ങിക്കിടന്ന് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കരുത് എന്ന തിരുവചനം ഓർമ്മപ്പെടുത്തുക. ഭൗമികമായ കാര്യങ്ങൾ ദൈവത്തിൽ നിന്നും അകറ്റുന്നു. എന്നാൽ ആത്മീയമായ കാര്യങ്ങൾ ദൈവത്തിലേക്ക് അടുപ്പിക്കുമ്പോൾ മറ്റുള്ളവയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുന്നു. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാം വാക്യം. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, മറ്റുള്ളവയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ആയതിനാൽ ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഓ കാരുണ്യവാനായ തമ്പുരാനെ, സ്വർഗീയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അങ്ങയെ മുഖാമുഖം ദർശിക്കുവാൻ വേണ്ട കൃപാവരം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. ആമേൻ.